നെഹ്റു ട്രോഫി വള്ളംകളിയിൽ നിരവധി തവണ കപ്പടിച്ചിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ രാഹുൽ രമേശ് തന്നെ നമ്മോടൊപ്പം ടെലിഫോണിലായി ചേരുകയാണ്. രാഹുൽ, എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം? കാരണം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അപ്പോൾ ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ പോവുകയാണ്, അത് നടത്തിക്കോട്ടെ. പക്ഷേ നെഹ്റു ട്രോഫിയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുമില്ല. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇത്രയും മാസം നീണ്ട കഠിനാധ്വാനം ഉൾപ്പെടെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇത്രയധികം തുക ഇതിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉത്തരവ് വരുമ്പോൾ ഉയരുന്ന സ്വാഭാവികമായ ചോദ്യവും ഇതാണ്: ഇരട്ടത്താപ്പാണോ ഇക്കാര്യത്തിൽ എന്നത്? താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എന്ന് പറഞ്ഞ 4 വർഷം നെഹ്റു ട്രോഫിയിൽ മുൻനിരയിൽ നെഹ്റു ട്രോഫി എടുത്ത ക്ലബ്ബാണ്. നമ്മുടെ പോലെ തന്നെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ട് 9 ക്ലബ്ബ്, അതായത് നമ്മൾ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് എന്നൊരു ലീഗ് നമുക്ക് നടന്നു പോയിരുന്നു. ഈ ലീഗ് പെട്ടെന്ന് തന്നെ അവർ ഇല്ലാതാക്കി. ഈ ലീഗിലാണ് നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ നമ്മൾ ഗവൺമെന്റ് ഈ വള്ളംകളിയിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. ഒരു വള്ളംകളിയുടെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ 50 ദിവസം എടുത്താണ് ഒരു 10 പ്രമുഖ ക്ലബ്ബുകൾ ഈ നെഹ്റു ട്രോഫിക്കായിട്ട് ഇറങ്ങുന്നത്. നെഹ്റു ട്രോഫി മത്സരത്തിനായിട്ട് ജയിക്കുന്ന ക്ലബ്ബ് മാത്രമല്ല, അതിന്റെ കീഴിലുള്ള 10 ക്ലബ്ബും ഏകദേശം 1 കോടി രൂപ എടുത്ത് ചെലവാക്കിയാണ് വരുന്നത്. ഈ 1 കോടി രൂപ നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് ഉണ്ട്, വള്ളസമിതിക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, പിന്നെ നമുക്കായിട്ട് പല പല പ്രമുഖ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഈ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ നെഹ്റു ട്രോഫി നടത്തണം. പക്ഷെ നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ നെഹ്റു ട്രോഫിയുടെ 3 ദിവസം മുന്നെയാണ് നമ്മൾ വള്ളംകളി നിർത്തിവെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രമുഖമായിട്ടുള്ള എല്ലാ ക്ലബിന്റെയും വലിയൊരു സാമ്പത്തിക വീഴ്ചയിലാണ് നമ്മൾ ഇന്ന് തീർന്നേക്കുന്നത്. അതിനേലുപരി ഇത് ഓരോ കുട്ടനാട്ടുകാരുടെയും ചോരയിടത്തുള്ളതാണ് വള്ളംകളി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു തുഴച്ചിൽക്കാരന് പ്രതിദിനം 1000 രൂപ കൂലിയിൽ 50 ദിവസം 120 പേർക്ക് എത്ര ചെലവ് വരും ഓരോ സീസണിലും? ഈ പറഞ്ഞതുപോലെ എത്ര ചെലവ് വരും ഒരു തവണ ഈ പരിശീലനത്തിന്? നമുക്ക് ഒരു ദിവസം ചെലവ് വരുന്നത് പ്രതിദിനം ഒരു തുഴച്ചിൽക്കാരന് 1000 രൂപ എന്ന രീതിയിൽ 120 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് 1,20,000 രൂപ വരും പെർ ഡേ. അതിൻ്റെ അകത്ത് അത് നമ്മൾ 50 ദിവസമാണ് പരിശീലനം ഉള്ളത്. പിന്നെ പരിശീലന ഓഡിറ്റോറിയത്തിന് ഒരു 50 ദിവസത്തേക്ക് 4.5 ലക്ഷം രൂപ എടുത്ത് വാടക വരും. പ്രതിദിനം ഇവരുടെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് ചെലവാകുന്നെന്ന് പറഞ്ഞാൽ 55,000 രൂപ എടുത്ത് വരും. ഏകദേശം 1,17,00,000 രൂപയിൽ 1 കോടി രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ നെഹ്റു ട്രോഫി എടുത്ത് മാറ്റുന്നത്. ഇതിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന കാശ് എന്ന് പറഞ്ഞാൽ വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. ഈ 5 ലക്ഷം രൂപ പ്രൈസ് മണിയിൽ നമ്മൾ ഈ ബാക്കി എല്ലാ കാശും നാട്ടുകാർ പിരിവെടുത്തും സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്നും വള്ളസമിതിയുടെ നിന്നും മേടിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ വള്ളംകളി നടത്തിയില്ലെങ്കിൽ ഈ ഓരോ തുഴഞ്ഞ ആൾക്കാർക്കും ഓരോ ക്ലബിനും മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ സർക്കാരിനോട് ഒപ്പം ടൂറിസം മന്ത്രിയോടൊക്കെ പറയാനുള്ളത്? മാഡം, നമ്മുടെ ഈ വള്ളംകളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടനാട്ടുകാരന്റെ വികാരവും അവന്റെ രക്തത്തിൽ അലിഞ്ഞേക്കുന്നതാണ്. വള്ളംകളി ഇല്ലാതെ ഒരു ജീവിതം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ പിന്നെയും ആൾക്കാർ സഹിക്കും. ഒരു കുട്ടനാട്ടുകാരന് വള്ളംകളി ഇല്ലാതെ പറ്റത്തില്ല. മാഡം ഒന്ന് ഓർത്തെ, 1 കോടി രൂപ മുടക്കി 5 ലക്ഷത്തിന് വേണ്ടി തുഴയാൻ പോകുന്നത് കാശിന് വേണ്ടിയിട്ടല്ല, വികാരത്തിന് വേണ്ടിയിട്ടാണ്. അത് അഭിമാനവും ഓരോ നാടിന്റെയും പേരിന് വേണ്ടിയിട്ടാണ്. ഓരോ വള്ളക്കാരും ഓരോ 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത്. അതിനേലും ഉപരി ആരും ചിന്തിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ താഴെ കിടക്കുന്ന ടൂറിസത്തിൽ ആലപ്പുഴയിൽ ആകെ ഉള്ളൊരു ഹൗസ് ബോട്ട് വ്യവസായമാണുള്ളത്. ഈ ഹൗസ് ബോട്ട് വ്യവസായത്തിന്റെ തുടക്കം തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസം നമ്മുടെ നെഹ്റു ട്രോഫിയിലാണ്. നമ്മുടെ സീസണിൽ 1000 കുടുംബങ്ങളാണ് ഹൗസ് ബോട്ട് വ്യവസായത്തിൽ ജീവിക്കുന്നത്. ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസ് വഴി നമുക്ക് വരുന്ന ടൂറിസ്റ്റുകളെ ഗവൺമെന്റ് മറക്കുവാണ്. ടൂറിസം മിനിസ്റ്റർ തന്നെയാണ് മറക്കുന്നത്. അതെ, നമ്മളുടെ ജീവിതം ആലപ്പുഴയിലെ ടൂറിസം സീസൺ തുടങ്ങുന്നത് നെഹ്റു ട്രോഫിക്കാണ്. മാഡത്തിന് അറിയോ, ഓരോ ഫോറിനിലുള്ള പുറത്തു പോയിരിക്കുന്ന ആൾക്കാരും
ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലീവ് സാങ്ഷൻ ചെയ്ത് നാട്ടിൽ വരുന്നത് ഓഗസ്റ്റ് 19 ദിവസം നോക്കിക്കൊണ്ടാ. തീർച്ചയായും രാഹുൽ, ആ വികാരം മനസ്സിലാക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി 2 തവണ ഞാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഓരോ കുട്ടനാട്ടുകാരന്റെയും ആലപ്പുഴക്കാരന്റെയും വികാരമാണ്, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് ഇത്രയധികം തുക അനുവദിക്കുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിലും ഉടൻ തന്നെ ഒരു തീരുമാനം സർക്കാർ എടുത്തേ മതിയാകൂ. ബോട്ട് ക്ലബ്ബുകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ്. അല്ലെങ്കിൽ ബോട്ട് ക്ലബ്ബുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും സഹിക്കേണ്ടി വരിക. അത് തന്നെയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച റോച്ചയായാലും രാഹുൽ രമേശ് ആയാലും പറഞ്ഞത്. ടി വി പ്രസാദും വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഇക്കാര്യം കൂടി കൊണ്ടുവരികയാണ്.